ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ലിറ്റ്ലൂം. അപ്പോൾ നിങ്ങളുടെ +1 ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ വർക്ക്ഷീറ്റാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 38, 39 ടെക്സ്റ്റ് ബുക്കിലെ. അപ്പോൾ നേരെ എന്തൊക്കെയാണ് ഇതിലെ ആക്ടിവിറ്റീസ് എന്ന് നോക്കാം. Here is a poem that uses different figures of speech. Read it carefully and complete the activities that follow. അപ്പോൾ നിങ്ങൾക്കൊരു കവിത തന്നിട്ടുണ്ട്. ഒരുപാട് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു കവിതയാണ്. അപ്പം കവിതയുടെ ടൈറ്റിൽ ഞാൻ വായിക്കാം. ഐ ഡോണ്ട് ലൈക്ക് പോയിട്രി. എന്താണ്, എനിക്ക് പോയിട്രി ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടാണ് കവിത തുടങ്ങുന്നത്. കവി ആരാണ്? ജോഷുവ സീഗൽ. അപ്പം എനിക്ക് കവിത ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കവിത എഴുതി തുടങ്ങുകയാണ് നമ്മളുടെ കവി. ആദ്യത്തെ ലൈൻ വായിക്കാം. ഐ ഡോണ്ട് ലൈക്ക് സിമിലീസ്. സിമിലി എന്താ കുട്ടികളെ? അതൊരു പോയറ്റിക് ഡിവൈസ് ആണ്. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് കമ്പയർ ചെയ്യുകയാണ്. മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്. എൻ്റെ സ്നേഹം ഒരു റെഡ് റോസ് പോലെയാണ്. ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അതാണ് സിമിലി. അപ്പൊ കവി പറയാണ്, എനിക്ക് ഉപമകൾ, എനിക്ക് സിമിലി ഇഷ്ടമല്ല. എവറി ടൈം ഐ ട്രൈ ടു തിങ്ക് ഓഫ് വൺ. അതായത് ഓരോ തവണയും ഒരു ഉപമ ചിന്തിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ മൈ ബ്രെയിൻ ഫീൽസ് ലൈക്ക് എ വാസ്റ്റ് എംപ്റ്റി ഡെസേർട്ട്. എൻ്റെ തലച്ചോറ് വലിയതും അതുപോലെ ശൂന്യവുമായ ഒരു ഡെസേർട്ട്, മരുഭൂമി പോലെ തോന്നുന്നു. മൈ ഐസ് ഫീൽ ലൈക്ക് റീസിൻസ് ഫ്ലോട്ടിംഗ് ഇൻ ആൻ ഓഷ്യൻ. എൻ്റെ കണ്ണുകൾ കടലിൽ ഒഴുകുന്ന ഉണക്കമുന്തിരി പോലെ തോന്നുന്നു, റീസിൻസ് പോലെ തോന്നുന്നു. മൈ ഫിംഗേഴ്സ് ഫീൽ ലൈക്ക് എ സ്വെറ്റി സോസേജസ്. എങ്ങനെയാണ് എൻ്റെ വിരലുകൾ? എങ്ങനെയാ? വിയർപ്പിൽ നനഞ്ഞ സോസേജുകളെ പോലെ തോന്നുന്നു. ഇനി പറയാണ് ഐ ഡോണ്ട് ലൈക്ക് മെറ്റഫേഴ്സ്. ഇനി കവി പറയാണ് എനിക്ക് മെറ്റഫർ ഇഷ്ടമല്ല. എന്താണ് മെറ്റഫർ? ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ്, ലൈക്കും ആസും യൂസ് ചെയ്യാതെ. അതായത് ആദ്യം സിമിലി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്. മെറ്റഫറിന് എക്സാമ്പിൾ പറയുമ്പോൾ മൈ ലവ് ഈസ് എ റെഡ് റോസ്. എൻ്റെ പ്രണയം റെഡ് റോസ് ആണ്. അതാണ് മെറ്റഫർ. whenever I attempt them, അതായത് എപ്പോഴൊക്കെ ഞാൻ മെറ്റഫർ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ എ ഹാമർ സ്റ്റാർട്ട്സ് ബീറ്റിംഗ് ഇൻ മൈ ചെസ്റ്റ്. അതായത് എൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു ചുറ്റിക അടിക്കാൻ തുടങ്ങുന്നത് പോലെ തോന്നുന്നു. ലാവ സ്റ്റാർട്ട്സ് ബബ്ലിംഗ് ഇൻ മൈ വെയിൻസ്. എൻ്റെ രക്തനാളങ്ങളിൽ ലാവ പൊങ്ങി തുടങ്ങുന്നത് പോലെ തോന്നുന്നു. സോംബീസ് ഹാവ് എ ഫൈറ്റ് ഇൻ മൈ സ്റ്റൊമക്ക്. എൻ്റെ വയറ്റിനുള്ളിൽ എന്താ? സോംബികൾ തമ്മിൽ അടിപിടി നടത്തുന്നത് പോലെ തോന്നുന്നു. ഇനി പറയാണ് അടുത്ത പൊയറ്റിക് ഡിവൈസിന് ഇഷ്ടമില്ലെന്ന് പറയാ. ഐ ഡോണ്ട് ലൈക്ക് അലിട്രേഷൻ. അലിട്രേഷൻ എന്ത് പൊയറ്റിക് ഡിവൈസാ? റെപ്പറ്റീഷൻ ഓഫ് കൺസണന്റ് സൗണ്ട്സ് ആണ്. കൺസണന്റ് സൗണ്ടിന് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പോയട്രിയിലെ യൂസേജിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പറയാണ്, മലയാളത്തിൽ പറയണേ അനുപ്രാസം എന്ന് പറയും. എനിക്ക് അനുപ്രാസം, എനിക്ക് അലിട്രേഷൻ ഇഷ്ടമില്ല എന്ന് കവി പറയാണ്. വി ലേൺഡ് അബൌട്ട് ഇറ്റ് ഇൻ സ്കൂൾ. എന്താണ്? ഞങ്ങൾ ഇത് സ്കൂളിൽ പഠിച്ചിരുന്നു. ബട്ട് ഇറ്റ് ഈസ് സീരിയസ്ലി സ്റ്റുപ്പൻഡസ്ലി സില്ലി. പക്ഷെ അത് ശരിക്കും വളരെ വിചിത്രവും മണ്ടത്തരം ഉള്ളതുമാണെന്നാണ് കവി പറയുന്നത്. എന്നിട്ട് കവി അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ? റെപ്പറ്റീഷൻ ഓഫ് കൺസണന്റ് സൗണ്ട്സ് ആണ് അലിട്രേഷൻ. കണ്ടോ? സീരിയസ്ലി, സ്റ്റുപ്പൻഡസ്ലി, സില്ലി, കണ്ടോ? സൗണ്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? കവി ഇതൊന്നും ഇഷ്ടമില്ല എന്ന് പറയുകയും ചെയ്യും. കവി എന്നിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന പൊയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ സ്റ്റാൻസിൽ എന്താ യൂസ് ചെയ്തത്? മൈ ബ്രെയിൻ ഫീൽസ് ലൈക്ക്. കണ്ടോ? ലൈക്ക് വന്ന കണ്ടില്ലേ? സിമിലി ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് സിമിലി എഴുതുകയും ചെയ്യും. മെറ്റഫർ ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് മെറ്റഫർ എഴുതുകയും ചെയ്യും. കണ്ടില്ലേ? എ ഹാമർ സ്റ്റാർട്ട്സ് ബീറ്റിംഗ് ഇൻ മൈ ചെസ്റ്റ്. ലാവ സ്റ്റാർട്ട്സ് ബബ്ലിംഗ് ഇൻ മൈ വെയിൻസ്. കണ്ടില്ലേ? ഇനി അലിട്രേഷനെ പറ്റി പറഞ്ഞിട്ട് അലിട്രേഷനും അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി, ഡ്രാസ്റ്റിക്കലി ഡിഫിക്കൽട്ട്. കണ്ടോ? ഡി കണ്ടോ? ഡെഫിനറ്റ്ലി, ഡ്രാസ്റ്റിക്കലി ഡിഫിക്കൽട്ട്. അതായത് തീർച്ചയായും വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കണ്ടില്ലേ? അലിട്രേഷൻ യൂസ് ചെയ്തു. പിന്നെ അലിട്രേഷൻ യൂസ് ചെയ്യുക ടെറിബ്ലി, ട്രബിളിംഗ്ലി, ട്രിക്കി. സൗണ്ട് കണ്ടില്ലേ? വളരെ കുഴപ്പമുണ്ടാക്കുന്നതും കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ളതുമാണ് എന്നൊക്കെ പറയാണ് അദ്ദേഹം. ഇനി നമുക്ക് അടുത്ത ലൈൻസ് നോക്കാം. ഐ ഡോണ്ട് ലൈക്ക് ഓൾമെറ്റോപോയ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ശബ്ദാനുകരണം ഇഷ്ടമില്ല. ശബ്ദങ്ങളെ അനുകരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് അദ്ദേഹം പറയാണ്. ഐ വിഷ് ഐ കുഡ് ബ്ലോ ഇറ്റ് അപ്പ് വിത്ത് എ സാപ്പ് ആൻഡ് എ ബാങ് ആൻഡ് എ ക്രാഷ്. കണ്ടില്ലേ? സാപ്പ്, ബാങ്, ക്രാഷ്, ഇതൊക്കെ എന്താണ്? ശബ്ദ അനുകരണം അല്ലേ? അദ്ദേഹം ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതും അതാണ്. അതായത് സാപ്പ്, ബാങ്, ക്രാഷ് എന്നിങ്ങനെ വലിയ ശബ്ദങ്ങളോടെ അതിനെ പൊട്ടിച്ചു കളയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എ ബൂം, എ ക്ലാങ്, എ പൗ.
എന്താണ്? ബൂം, ക്ലാങ്, പൗ എന്ന ശബ്ദങ്ങളോടെയും. എ ക്ലാഷ് ആൻഡ് എ ബാം ആൻഡ് എ തഡ്. എന്താണ്? ക്ലാഷ്, ബാം, തഡ് എന്ന ശബ്ദങ്ങളോടെയും. ഇതിനെ നശിപ്പിച്ച് കളയാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് റെപ്പറ്റീഷൻ. അടുത്ത പോയറ്റിക് ഡിവൈസ് അദ്ദേഹത്തിന് ഇഷ്ടമില്ലെന്ന് പറയാണ്. എന്ത് പോയറ്റിക് ഡിവൈസാ? റെപ്പറ്റീഷൻ. റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പീറ്റ് ചെയ്യുക, അതായത് ആവർത്തനം. പറഞ്ഞ കാര്യം പിന്നെയും പിന്നെയും പറയുന്നത് എനിക്ക് ഇഷ്ടമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് കവിതയിൽ. ഐ ഡോണ്ട് ലൈക്ക് റെപ്പറ്റീഷൻ. എനിക്ക് ആവർത്തനം ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് റെപ്പറ്റീഷൻ. എനിക്ക് ആവർത്തനം ഇഷ്ടമല്ല. അപ്പൊ ആവർത്തിക്കുന്ന ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ദേ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഭാഗത്ത് കവി തമാശയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആശയം അവതരിപ്പിക്കുന്നത്, അല്ലേ? ഓണമറ്റപ്പോയി എന്ന് പറഞ്ഞാൽ ശബ്ദ അനുകരണമാണ്. അപ്പൊ ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ തന്നെ സാബ്, ബാങ്, ക്രാഷ്, അല്ലെങ്കിൽ ബൂം, ക്ലാങ്, പോ, ക്ലാഷ്, ബാം, തഡ് എന്നൊക്കെ അദ്ദേഹം പറയാണ്. അപ്പം ഇഷ്ടമില്ലെന്ന് പറയുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് തന്നെയാണ് കവി എന്ത് ചെയ്യുന്നത്? വളരെ രസകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു കവിതയിലെ പ്രധാന ഹാസ്യവും, അതായത് കവിതയിലെ ഒരു പ്രത്യേകത എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസ് എന്താന്ന് നോക്കാം. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, റീറൈറ്റ് ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഇൻ ദ പോം ഇൻ സിമ്പിൾ എവറിഡേ ലാംഗ്വേജ്. അതൊരു ടേബിളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലൈൻസ്, കവിതയിലെ ലൈൻസും എഴുതണം. നിങ്ങളുടെ വേർഷനും നിങ്ങൾ എഴുതാനാണ് ക്വസ്റ്റ്യൻ. അതിന് മുമ്പ് നമുക്ക് ഇതിനകത്തെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഒക്കെ ഒന്ന് പറയാം. സിമിലി എന്താണ്? ദ പോയിറ്റ് കമ്പയർസ് തിങ്സ് യൂസിങ് ലൈക്ക്. എക്സാമ്പിൾ, ബ്രെയിൻ ലൈക്ക് എ ഡെസേർട്ട്, ഐസ് ലൈക്ക് റീസിൻസ് ഇൻ ആൻ ഓഷ്യൻ. അതായത് ലൈക്ക് എന്ന വാക്ക് ഉപയോഗിച്ച് രണ്ട് കാര്യങ്ങളെ താരതമ്യം ചെയ്യുന്നു. ഉദാഹരണം, ബ്രെയിൻ ലൈക്ക് എ ഡെസേർട്ട്, ഐസ് എന്തുപോലെയാ, റീസിൻസ് ഇൻ ആൻ ഓഷ്യൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി മെറ്റഫർ, അതായത് രൂപകം. എന്താണ് ഈ കവിതയിൽ പറയുന്നത്? ഒരു കാര്യം മറ്റൊരു കാര്യമായി നേരിട്ട് അവതരിപ്പിക്കുകയാണ്. ഈ കവിതയിലെ എക്സാമ്പിൾ എന്താണ്? എ ഹാമർ ബീറ്റിംഗ് ഇൻ മൈ ചെസ്റ്റ്, ലാവ ഇൻ മൈ വെയിൻസ്. അതാണ് മെറ്റഫറിന് എക്സാമ്പിൾ. എൻ്റെ ഹാമർ എന്താണ്? ചുറ്റിക എൻ്റെ ഹൃദയത്തിൽ അടിക്കുന്നു, ലാവ എൻ്റെ വെയിനിൽ കൂടെ ഒഴുകുന്നു എന്നൊക്കെ പറയുന്നു. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെപ്പറ്റീഷൻ ഓഫ് കൺസണന്റ് സൗണ്ട്സ് ആണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ സീരിയസ്ലി, സ്റ്റുപ്പൻഡസ്ലി, സില്ലി, പിന്നെ ഓണമറ്റോപോയി വരുന്നത് സാബ്, ബാങ്, ക്രാഷ് സൗണ്ട്സ് യൂസ് ചെയ്യുന്നത്. റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്ന, ആവർത്തനം. ഐ ഡോണ്ട് ലൈക്ക് റെപ്പറ്റീഷൻ, ഐ ഡോണ്ട് ലൈക്ക് റെപ്പറ്റീഷൻ, അത് തന്നെ കവി യൂസ് ചെയ്യുന്നു. അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഈ കവിതയിൽ ഒരു സ്ലൈഡിലാക്കിയതാണ്. ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണിത്. ലെറ്റ് us rewrite the figures of speech in the poem in simple everyday language. Complete the table below to better understand how these figures of speech express in complex ideas. One has been done for you. ഒരെണ്ണത്തിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്? കവിതയിലെ ലൈൻസും എഴുതണം, നിങ്ങളുടെ വേർഷനും എഴുതണം. അതായത് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ എഴുതണം. അപ്പം നമുക്ക് നോക്കാം. മൈ ബ്രെയിൻ ഫീൽസ് ലൈക്ക് എ വാസ്റ്റ് എംപ്റ്റി ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണ്? എൻ്റെ മനസ്സിൽ പുതിയ ആശയങ്ങളൊന്നും വരുന്നില്ലെന്ന അർത്ഥം. എൻ്റെ ബ്രെയിന് എംപ്റ്റി ഡെസേർട്ട് പോലെയാണെന്ന് പറഞ്ഞാൽ ഐ ആം ഔട്ട് ഓഫ് ന്യൂ ഐഡിയാസ്. എൻ്റെ മനസ്സിൽ ആശയങ്ങളൊന്നും വരുന്നില്ല. മൈ ഐസ് ഫീൽ ലൈക്ക് റീസിൻസ് ഫ്ലോട്ടിങ് ഇൻ ആൻ ഓഷ്യൻ. എൻ്റെ കണ്ണുകൾ എങ്ങനെയാണ്? മുന്തിരികൾ ഇങ്ങനെ കടലിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈ ഐസ് ആർ ടയേർഡ് ആൻഡ് ഫീൽ സ്ട്രേഞ്ച്. എൻ്റെ കണ്ണുകൾ ക്ഷീണിച്ചതുപോലെയും അസ്വസ്ഥമായും തോന്നുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മൈ ഫിംഗേഴ്സ് ഫീൽ ലൈക്ക് സ്വെറ്റി സോസേജസ്. കണ്ണുകളല്ല, വിരലുകൾ എങ്ങനെയാണ്? വിയർത്ത സോസേജ് പോലെ ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മൈ ഫിംഗേഴ്സ് ആർ സ്വെറ്റി. എൻ്റെ വിരലുകൾ വിയർപ്പിൽ നനഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം. എ ഹാമർ സ്റ്റാർട്ട്സ് ബീറ്റിംഗ് ഇൻ മൈ ചെസ്റ്റ്. അതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ്? ഐ സ്റ്റാർട്ട് ഫീലിംഗ് എ ലോട്ട് ഓഫ് സ്ട്രെസ്. എനിക്ക് വളരെ സമ്മർദ്ദവും ഉത്കണ്ഠയും അനുഭവപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ലാവ സ്റ്റാർട്ട്സ് ബബ്ലിംഗ് ഇൻ മൈ വെയിൻസ്. എൻ്റെ വെയിനുകളിൽ എന്താണ്? ലാവയാണ് ഇങ്ങനെ ബബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ശരിക്കും വെയിനിൽ ലാവ എന്നാണോ അർത്ഥം? അല്ല. ഐ ഫീൽ എക്സ്ട്രീം ആങ്കർ ഇൻസൈഡ് മീ. അതായത് ചോരയൊക്കെ വെട്ടിത്തിളയ്ക്കുന്നു എന്ന് പറയുന്ന പോലെ എൻ്റെ ഉള്ളിൽ അതിയായ ദേഷ്യം ഉയരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സോംബീസ് ഹാവ് എ ഫൈറ്റ് ഇൻ മൈ സ്റ്റൊമക്ക്. എൻ്റെ വയറ്റിൽ കിടന്നിട്ട് സോംബികൾ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഭയങ്കര നെർവസ് ആണ് ഞാൻ. ഐ ഫീൽ നെർവസ് ആൻഡ് സിക്ക് ഇൻസൈഡ്. എനിക്കുള്ളിൽ ഭയവും അസ്വസ്ഥതയും തോന്നുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾക്കിത് ടെക്സ്റ്റ് ബുക്കിലേക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. B question. Now attempt a stanza using a different figure of speech. Use the example below as a guide to your stanza. അപ്പോൾ എന്താണ് നിങ്ങളോട് പറയുന്നത്?
അതായത് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഉപയോഗിച്ച് ഒരു ചെറിയ സ്റ്റാൻസ് എഴുതാൻ ശ്രമിക്കാനാണ് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. ടെക്സ്റ്റിൽ നോക്കിയാൽ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് പേജ് നമ്പർ 39-ൽ. എന്താണ് എക്സാമ്പിൾ? ഞാൻ ആദ്യം വായിക്കാം. ഐ ആം നോ ഫാൻ ഓഫ് പേഴ്സോണിഫിക്കേഷൻ. എന്താണ്? എനിക്ക് പേഴ്സോണിഫിക്കേഷൻ ഇഷ്ടമല്ല. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജീവൻ ഇല്ലാത്ത ഒരു വസ്തുവിന് മനുഷ്യന്റെ ക്വാളിറ്റീസ് കൊടുക്കുന്ന ഒരു പേഴ്സന്റെ ക്വാളിറ്റീസ് കൊടുക്കുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് പേഴ്സോണിഫിക്കേഷൻ ഇഷ്ടമില്ലെന്നാണ് പറയുന്നത്. ഇറ്റ് സൗണ്ട്സ് വിയേർഡ് ടു മീ. അതെനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു, ഭയങ്കര മോശമായിട്ട്, വിയേർഡായിട്ട് എനിക്ക് തോന്നുന്നു. വെൻ ദി വിൻഡ് വിസ്പേഴ്സ് മൈ നെയിം. കാറ്റ് എൻ്റെ പേര് പതുക്കെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ, അതായത് കാറ്റിന് ജീവനുണ്ടോ? ഇല്ല. പക്ഷെ കാറ്റിൻ്റെ പേര് വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് പേഴ്സോണിഫിക്കേഷൻ ആണ്. അത് പേര് വിളിക്കുന്ന എപ്പോഴും മനുഷ്യന്മാരല്ലേ പേര് വിളിക്കൂ. ഇവിടെ കാറ്റിന് മനുഷ്യന്റെ ഒരു ക്വാളിറ്റി കൊടുക്കുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ്. ഒരു സ്റ്റാൻസ് എഴുതിയേക്കുവാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിനെ പറ്റിയിട്ട് എഴുതാനായിട്ട്. അപ്പം നിങ്ങളോട് അങ്ങനെ ഒരു സ്റ്റാൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഒരു എക്സാമ്പിൾ ആൻസർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഞാൻ വായിക്കാം. ഐ ആം നോ ഫാൻ ഓഫ് ഹൈപ്പർബോളെ. ഹൈപ്പർബോളെ എന്താണ്? എനിക്ക് ഹൈപ്പർബോളെ ഇഷ്ടമല്ല. അതിശയോക്തി എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ എന്താണ്, അത് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് ഹൈപ്പർബോള എന്ന് പറയുന്നത്. അപ്പം എനിക്ക് എക്സാജറേഷൻ ഇഷ്ടമില്ല. എക്സാജറേഷൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഇപ്പം നമ്മൾ ഒരു 5-6 തവണ നമ്മളെ ഒരു ഫ്രണ്ടിനോട് ഒരു കാര്യം പറഞ്ഞു, അവൾ അത് കേട്ടില്ല. അപ്പം നമ്മൾ വേറൊരാളോട് പറയുന്നത് എങ്ങനെ? ഞാനൊരു 10,000 തവണ ഇവളോടല്ല അവനോട് ആ കാര്യം പറഞ്ഞിട്ടും അവളത് കേട്ടില്ലെന്ന്. 10,000 തവണ ശരിക്കും നമ്മൾ പറഞ്ഞോ? ഇല്ല. നമ്മളത് എക്സാജറേറ്റ് ചെയ്ത് പറയല്ലേ. അതാണ് ഹൈപ്പർബോള എന്ന് പറഞ്ഞാൽ. അപ്പം എക്സാമ്പിൾ ഞാൻ വായിക്കാം, നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ്. ഐ ആം നോ ഫാൻ ഓഫ് ഹൈപ്പർബോളെ. എനിക്ക് അതിശയോക്തി ഇഷ്ടമല്ല. ഇറ്റ്സ് ആൻ എക്സാജറേഷൻ വേ ടു മച്ച്. അത് യാഥാർത്ഥ്യത്തെക്കാൾ വളരെയധികം പെരുപ്പിച്ച് പറയുന്നവയാണ്. ദ മൗണ്ടൻ ഓഫ് ഹോംവർക്ക് ഐ ഹാവ്. എനിക്ക് ഹോംവർക്ക് ഒരു മല പോലെ ഉണ്ടെന്ന് പറയുന്നത് കുഡ് ബറി എ ജയന്റ് അണ്ടർ സച്ച്. അത്രയും ഗൃഹപാഠം ഒരു ഭീമനെ പോലും മൂടിക്കളയുമെന്ന് പറയുന്നത് പോലെയാണ്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ വേറെ ഏതെങ്കിലും ഒരു ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ എഴുതാവുന്നതാണ്. അടുത്തതൊരു ഗെയിമാണ് ക്യാച്ച് എ വേർഡ്. അപ്പം വാക്ക് കണ്ടുപിടിക്കൂ എന്നാണ് അർത്ഥം. അപ്പം വാട്ട് വി നീഡ് ടു പ്ലേ ദി ഗെയിം. അപ്പം നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം? വൺ സോഫ്റ്റ് ബോൾ ടു പാസ് അറൗണ്ട്, അതായത് ഒരു പന്ത് വേണം. എ ബോക്സ്, ഒരു പെട്ടി വേണം. എ സ്മോൾ പേപ്പർ സ്ലിപ്സ്. ഈച്ച് സ്റ്റുഡൻറ് ഹാസ് ടു തിങ്ക് ആൻഡ് റൈറ്റ് എ വേർഡ്, പ്രിഫറബിളി എ നൗൺ ഫ്രം എനി വൺ ഓഫ് ദി ലെസൺസ് ഇൻ ദി യൂണിറ്റ്. അപ്പം ചെറിയ കടലാസ് സ്ലിപ്പ് വേണം, ചുരുളുകൾ വേണം. അതായത് ഓരോ വിദ്യാർത്ഥിയും യൂണിറ്റിലെ ഏതെങ്കിലും ഒരു പാഠഭാഗത്തിൽ നിന്ന് ഒരു വാക്ക്, കഴിയുന്നത് ഒരു നൗൺ എടുത്തിട്ട് എഴുതാൻ. നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ഗെയിമാണ്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്വതന്ത്രമായി ചലിക്കാനാകുന്ന ഒരു തുറന്ന ഒരു സ്ഥലമായിരിക്കണം, ഒരു ഓപ്പൺ സ്പേസ് ആയിരിക്കണം. എ സിഗ്നൽ, ക്ലാപ്പ്, ബെൽ ഓർ മ്യൂസിക് ടു സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ദി ഗെയിം. അപ്പോൾ കളി തുടങ്ങാനും നിർത്താനും ഒരു സിഗ്നൽ, അത് കയ്യടിയാവാം, ബെല്ലാകാം, അല്ലെങ്കിൽ പാട്ട്, മ്യൂസിക് നിങ്ങൾക്ക് പ്ലേ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ ഒരു ഗെയിമിൻ്റെ റൂൾസ് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് വായിക്കുന്നില്ല, ഞാനിതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് സിഗ്നൽ ലഭിച്ച വിദ്യാർത്ഥികൾ പന്ത് പരസ്പരം കൈമാറാൻ തുടങ്ങണം. അപ്പം നിങ്ങൾക്കൊരു ബെല്ലടിക്കും. അപ്പം നിങ്ങൾ കുട്ടികൾ റൗണ്ടിൽ നിന്നിട്ട് നിങ്ങൾ ഈ ബോൾ കൈമാറണം. അപ്പോൾ സിഗ്നൽ നിർത്തുന്നവരെ പന്ത് കൈമാറിക്കൊണ്ടേയിരിക്കണം. സിഗ്നൽ നിർത്തുന്ന സമയത്ത് ആരുടെ കയ്യിലാണ് പന്തുള്ളത് ആ വിദ്യാർത്ഥി പെട്ടിയിൽ നിന്നൊരു കടലാസ് ചുരുൾ എടുക്കണം. അപ്പം കുട്ടികൾ ഓൾറെഡി ഒരു ബോക്സിൽ നൗൺസ് ഒക്കെ എഴുതി ഇട്ടിരിക്കണം. അപ്പം ആരുടെ കയ്യിലാണോ ബെല്ല് നിർത്തുമ്പോൾ ബോൾ ഉള്ളത് ആ ആൾ പോയിട്ട് ആ വിദ്യാർത്ഥി പെട്ടിയിൽ നിന്നൊരു കടലാസ് ചുരുൾ എടുക്കണം. അതിലുള്ള വാക്ക് മറ്റാരെയും കാണിക്കാതെ നിശബ്ദമായിട്ട് വായിക്കണം. ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വാക്ക് നേരിട്ട് പറയാതെ അതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം നിങ്ങൾക്ക് ക്ലാസ്സിനോട് പറയണം. എന്നിട്ട് ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ആ വിവരണം ശ്രദ്ധയോടെ കേട്ട് ആ വാക്ക് ഏതാണെന്ന് ഊഹിക്കണം. ഇതാണ് ഗെയിം. അപ്പം ഒരു നന്നായിട്ട് മിനുക്കിയ തിളക്കമുള്ള, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കണ്ടോ. ഇപ്പോൾ ഒരു കുട്ടി എടുത്ത വേർഡ് മിറർ, താഴെ കിടക്കുന്നുണ്ട് വേർഡ് മിറർ. ഒരു കുട്ടി ബോക്സിൽ നിന്ന് എടുത്ത വാക്ക് മിറർ എന്നാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിറർ എന്ന് നിങ്ങളുടെ സുഹൃത്തിനോട് പറയരുത്. പകരം നിങ്ങൾ എന്ത് പറയണം? എ ഷൈനി പോളിഷ്ഡ് സർഫസ് ദാറ്റ് ലെറ്റ്സ് യു സീ യുവർ സെൽഫ്. ഇറ്റ് ഷോസ് വാട്ട് സ്റ്റാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അതായത്
നന്നായി മിനുക്കിയ തിളക്കമുള്ള ഒരു പ്രതലമാണിത്. ഇതിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ രൂപം കാണാം. ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഏത് വസ്തുവിനെയും ഇത് പ്രതിഫലിപ്പിക്കുന്നു എന്നൊക്കെ പറയും. അപ്പം നിങ്ങൾക്ക് കണ്ണാടി എന്നുള്ള ഒരു വാക്കാണ് കിട്ടിയതെങ്കിൽ കണ്ണാടി എന്ന് പറയാതെ ഇതിൻ്റെ മുന്നിൽ പോയി നിന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ കാണാം എന്നൊക്കെ നിങ്ങൾ ക്ലൂ കൊടുക്കുകയാണ്. അപ്പം അങ്ങനെയാണ് ഈ ഗെയിം കളിക്കേണ്ടത്. ആൾക്കാർ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും അടുത്തത് പിന്നെയും ബെല്ലടിക്കുന്നു, കുട്ടികൾ പന്ത് പാസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളിത് ക്ലാസ് റൂമിൽ ചെയ്യണം. നിങ്ങളുടെ ടീച്ചർ ചെയ്യിപ്പിക്കും ഉറപ്പായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ തന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാക്കാം ഈ ഗെയിം എങ്ങനെയാണ് കളിക്കുന്നതെന്ന്. ഓക്കെ? It's a shiny, polished surface, and it lets you see yourself. Is it a mirror? Yes, that's right! You use this to read. Is it a book? Yes, it's a book! അപ്പോൾ ഗെയിം കളിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്.